തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ വിജയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങ് കൊണ്ടാടുകയാണ്. അതെ, തിരുവനന്തപുരത്തുകാർക്ക് ഇത്രയും ആവേശമില്ല. ഇവിടെ നിന്ന് 51 കൗൺസിലർമാരെയും അങ്ങോട്ടേക്ക് വിളിച്ചു. രാജകീയമായ വരവേൽപ്പ്, അവർക്ക് പ്രത്യേക ക്ലാസ് കൊടുക്കുന്നു. അതും കഴിഞ്ഞിട്ട് ആ കൗൺസിലർമാരെ മുഴുവൻ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചുവിട്ടിരിക്കുകയാണ്. ഗോവ, മധ്യപ്രദേശ്, ഭോപ്പാൽ, ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇതൊക്കെ പഠിച്ചിട്ട് തിരുവനന്തപുരത്തെ മാറ്റുന്നതിന് വേണ്ടി ഇതൊരു വലിയ സംഭവം തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് വളരെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഭരണാധികാരി പഴയ രാജഭരണകാലത്തൊക്കെ ഇത് കേട്ടിട്ടുള്ളൂ. ശ്രീമൂലം തിരുനാളോ ചിത്തിര തിരുനാളോ ദിവാൻകുടി പറയും ഇന്ന ഏരിയയിൽ പോയിട്ട് എന്താണ് അവിടുത്തെ കുടിവെള്ള പ്രശ്നം, അവിടുത്തെ തിരക്കി വരൂ, ആ പ്രോജക്റ്റ് അവിടെ ചെയ്യുമെന്ന്. ആ ഒരു രീതി വളരെ അഭിനന്ദനമാണ്. പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തും കേരളത്തോടുമുള്ള സ്നേഹത്തിന് അകമഴിഞ്ഞ നന്ദി ജനങ്ങൾ കൊടുക്കണം. അത് വരുന്ന മെയിൽ കൊടുത്താൽ അത്രയും നന്ന്. ഇന്ത്യയിൽ ഇത്രയും പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നിട്ട് കേരളത്തിന് വേണ്ടി ഇത്രയും കാര്യം ചെയ്യുവാനും ഒന്നും അറിഞ്ഞുകൂടാത്ത ജനപ്രതിനിധികളെ പഠിപ്പിക്കുവാനും തയ്യാറായി. അവിടെ ഒരു പഠന ശിബിരമാണ് പ്രധാനമന്ത്രി മൈക്കും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വലിയ ഇവൻറ്റുകളിൽ ചർച്ചകൾക്ക് പോകും പോലെ പ്രധാനമന്ത്രി ചെയ്തത്. 51 ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റ്. 51 കൗൺസിലർമാർ, ചില മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻമാർ, വൈസ് ചെയർമാൻമാർ, ചില പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റന്മാർ, അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആൾക്കാർ, ഇങ്ങനെ 121 പ്രതിനിധികളെ പ്രധാനമന്ത്രി ക്ലാസ് എടുത്തു. ഒരു 6-7 മണിക്കൂറൊക്കെ ഈ കേരളത്തിൻ്റെ ജനപ്രതിനിധികളോട്ട്, പ്രത്യേകിച്ച് ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ്, ഇവർ ഗാന്ധിജിയെ ഇവിടെ അവഹേളിക്കുന്നു എന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പുച്ഛിക്കുന്നല്ലോ. ആ ഗ്രാമസ്വരാജ്, ഗ്രാമങ്ങളിലാണ് ഭാരതം, ഭാരതത്തിൻ്റെ ഉണർവ് ഗ്രാമീണമാണ്, സിറ്റിയല്ല, ഗ്രാമീണരെ ഉദ്ധരിക്കേണ്ടവർക്ക് മോഡിജി ക്ലാസ് കൊടുത്തു. അത് വ്യക്തമായിട്ട് മോഡിജി ഭാരതീയ ജനതാ പാർട്ടിയുടെ ബേസിക് ഫിലോസഫി, അടിസ്ഥാന തത്വം കംപ്ലീറ്റ് 328 പേജ് പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് മോഡിജി ഇത് ചെയ്തിട്ടുള്ളത്. മോഡിജി സംഘടനാ സെക്രട്ടറി ആയിരുന്നു. പാർട്ടിയുടെ താത്വാധിക ആചാര്യനും പാർട്ടിക്കൊരു ബേസിക് ഫിലോസഫി ഉണ്ടാക്കിയ ദീനദയാൽജി, ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാക്കൾ, അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഭാരതീയ ജനതാ പാർട്ടി അർബൻ മേഖലയിലല്ല, ഗ്രാമീണർക്ക് വേണ്ടി. ഗാന്ധിജി പറഞ്ഞിട്ട് അതിൻ്റെ 10 മടങ്ങാണ് ദീനദയാൽജിയുടെ ഇൻഡോഗ്രൽ ഹ്യൂമണിസം എന്ന ഏകാത്മ മാനവാദ ദർശനത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതാണ് നരേന്ദ്രമോദി ഇവിടെ ക്ലാസ് എടുത്തു കൊടുത്തിരിക്കുന്നത്. സാധാരണ ജനങ്ങൾ, പാവങ്ങൾ ഗ്രാമത്തിലാണ്. അവരുടെ അന്ത്യോദയ, അന്നോദയ പദ്ധതികൾക്ക് നിങ്ങൾ പ്രവർത്തിക്കണം. അദ്ദേഹം നേരെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും തിരുവനന്തപുരത്ത് വരണം. കാരണം ഇനി ഉടനെ മാർച്ചിൽ ബഡ്ജറ്റാണ്. അതിൻ്റെ കാര്യങ്ങൾ സെക്രട്ടറിയുമായിട്ടും ഉദ്യോഗസ്ഥരുമായിട്ടും ചർച്ച ചെയ്യണം. ബാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, പല വേസ്റ്റ് മാനേജ്മെൻറ്റ് നടപ്പിലാക്കിയ ആ വഡോദര സിറ്റി കാണുവാൻ വിട്ടു. BJP ഭരണമാണ്. കുറച്ചുപേരെ ഭോപ്പാൽ നഗരത്തിലുള്ള ചവറ് നീക്കത്തെക്കുറിച്ച്, ഓരോ വാർഡിനും ചവറ് നീക്ക ഫാക്ടറി സ്ഥാപിച്ചിട്ടുണ്ട്, അത് പഠിക്കുവാൻ വിട്ടു. വേറെ ചില കൗൺസിലർമാരെ സൂറത്തിലേക്ക് വിട്ടു. അത് കഴിഞ്ഞിട്ട് നഗരത്തിൽ എങ്ങനെ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി യമുനയിൽ നിന്ന് തുടങ്ങിയ പദ്ധതി കാണുവാൻ ഗാന്ധിനഗറിലേക്ക് വിട്ടു. ലക്നൗ നഗരത്തിലേക്ക് വിട്ടു. പുതിയതായിട്ട് പദ്ധതി ആവിഷ്കരിച്ച നമ്മുടെ വിപ്ലവ് കുമാർ നയിച്ച അഗർത്തലയിലേക്ക് വിട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുന്നൊക്കെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായി പഠിച്ചു വരാനാണ്. കാരണം നമ്മുടെ തിരുവനന്തപുരം പ്രധാനമായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്, വേസ്റ്റ് മാനേജ്മെന്റും ചവറ് നീക്കം. അപ്പം നമ്മളെവിടുത്തെ അനിൽ പണ്ടാല സാറാണല്ലോ, പുള്ളിയാണ് ഹൈദരാബാദിൻ്റെയും നമ്മുടെ അഹമ്മദാബാദിൻ്റെയും ഭോപ്പാലിൻ്റെയും വേസ്റ്റ് മാനേജ് പഠിക്കുമെന്ന് ചോദിച്ച ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഒരു മലയാളി ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ട് ഇവിടുത്തെ നഗരസഭ ഈ 20 വർഷമായിട്ട് ഉപയോഗിക്കുന്നില്ല. ആ അനിൽ പണ്ടാല സാറിനെ ഉപയോഗിക്കുന്നത് ഭോപ്പാലും വഡോദരയും സൂറത്ത് നഗരമാണ്. അപ്പോൾ കേരളം പോലുള്ള ഈ സംസ്ഥാനത്ത് ജീവിച്ചിരിക്കുന്ന മലയാളികൾ മറ്റ് നഗരങ്ങളിൽ പോയി വേസ്റ്റ് മാനേജ് ചെയ്യിപ്പിച്ചിരിക്കുന്നു. അവിടെ കക്കൂസ് മാലിന്യങ്ങളല്ല, വെള്ളം റീസൈക്ലിംഗ് ചെയ്ത് മറ്റ് ചെടികൾക്ക് നനയ്ക്കാനും പൂന്തോട്ടം നനയ്ക്കാനും കാറ് കഴുകുവാനും 2 തരം സപ്ലൈ വെള്ളമാണ്. കുടിക്കുവേണ്ട പ്യൂരിഫിക്കേഷൻ ചെയ്ത വെള്ളവും
അല്ലാത്ത വെള്ളവും വഡോദര നഗരം കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ അത് കഴിഞ്ഞിട്ട് മെമു ട്രെയിൻ, അത് കേരളം പോലുള്ള സംസ്ഥാനത്ത് വളരെ ജനജീവിതമുള്ള സ്ഥലത്ത് ചെയ്യേണ്ടതുണ്ട്. സ്മാർട്ട് സിറ്റി ബസ് കൊടുത്തിട്ട് ഇവിടുത്തെ ഭരണാധികാരികളെ റൂറൽ ഓട്ടിക്കുന്നു. മെമു പോലുള്ള ട്രെയിൻ ഇവിടെ നിന്ന് കൊല്ലത്ത് ജോലിക്ക് പോകണം, അതിനപ്പോഴപ്പോഴാണ് മെമു ട്രെയിൻ. ഇവിടെ നിന്ന് കന്യാകുമാരി നാഗർകോവിൽ പോകണം, അതിന് നമ്മളെ ഷട്ടിൽ ബസ് പോകുന്ന പോലുള്ള ട്രെയിൻ. ഇത് പഠിക്കുവാൻ പ്രത്യേകിച്ചൊരു കമ്മിറ്റി. വയോജനങ്ങൾക്ക് അന്ത്യോദയ പദ്ധതിയിൽ അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നു. സ്ത്രീകളുടെ പ്രധാനമന്ത്രിയുടെ നാരീശക്തി പ്രഖ്യാപിച്ചതിന് ശേഷം ഉന്നമനത്തിന് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളെ പാർപ്പിക്കുന്ന പദ്ധതി ഗുജറാത്തിലെ സൂറത്ത് നഗരത്തുണ്ട്. സൂറത്തിലുള്ള പഞ്ഞി നെയ്തെടുത്ത് വ്യവസായങ്ങൾ ചെയ്ത് നൂല് എക്സ്പോർട്ട് ചെയ്യുന്നത് പഠിക്കുവാൻ ഒരു കമ്മിറ്റിയെ തിരുവനന്തപുരത്ത് ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ 2 മില്ലുണ്ട്. ബാലരാമ സ്പില്ലിംഗ് മില്ലും പൂജപ്പുര സ്പില്ലിംഗ് മില്ലും, രണ്ടും പൂട്ടി. ബ്രിട്ടീഷുകാർ തുടങ്ങിയ ഈ മില്ലുകൾ ഇവരടപ്പിച്ചു. ഗുജറാത്ത് പോലുള്ള നഗരങ്ങളിൽ പഞ്ഞി ഉപയോഗിച്ച് നൂല് എക്സ്പോർട്ട് ചെയ്യുന്നു. തുണിത്തരങ്ങൾ വെളിയിൽ നിന്ന് കേരളത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നിരവധി പദ്ധതികൾക്ക് വേണ്ടി നരേന്ദ്രമോദിജി ഈ കൗൺസിലർമാരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മുനിസിപ്പൽ ചെയർമാൻമാരെയും വിവിധ നഗരങ്ങൾ സന്ദർശിക്കുവാൻ വിട്ടിരിക്കുന്നു. അത് വളരെ പ്രശംസനീയമാണ്, അഭിനന്ദനാർഹമാണ്. ഒരു പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാര്യം നോക്കി അവിടെ ഇരുന്ന് വിദേശ രാജ്യം മറ്റൊരാക്ഷേപിക്കും പോലെ ഉലകം ചുറ്റി നടന്നാൽ പോരെ? ഈ കേരളത്തിൻ്റെ വികസനത്തിന് ഇവിടെ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഇവർ പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, സതീശനും മുഖ്യമന്ത്രിയും എല്ലാം. അപ്പോൾ അത്രയ്ക്ക് കേരളത്തിൻ്റെയും തിരുവനന്തപുരത്തൂടെയും കാഴ്ചപ്പാടുള്ള ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ വളരെ വളരെ അഭിനന്ദനം. അതാണ് ഇദ്ദേഹത്തിനൊരു ശക്തി എവിടെ നിന്നോ കിട്ടുന്നുണ്ട്. ഇദ്ദേഹം ഒരു അവതാര പുരുഷൻ പോലെയാണ്. നമ്മൾ പാർത്ഥൻ എന്ന് പറയുന്ന കൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിൽ എങ്ങനെയാണോ പഞ്ചപാണ്ഡവരെ രക്ഷിക്കുവെന്ന പോലെ ദരിദ്രമായ സംസ്ഥാനമായ കേരളത്തെ അവസാനമായി രക്ഷിക്കുവാൻ വന്ന നമ്മുടെ പാർത്ഥനും നവയുഗ നരേന്ദ്രമോദിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭരണാധികാരിയെ ഇവിടെ ചീത്ത വിളിക്കുകയും ബഹളം വയ്ക്കുകയും ഗുജറാത്ത് കലാപം നടന്നപ്പോൾ ഗർഭിണിയെ കുത്തി ശൂലത്തിൽ കുഞ്ഞിനെ എടുത്തെന്ന് പറഞ്ഞ് ഇവിടുത്തെ അർബൻ ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും എന്തെല്ലാം പ്രചരണം അഴിച്ചുവിട്ടു. അതിനിവിടുത്തെ ഈ മാധ്യമങ്ങളും കൂട്ടുന്നുണ്ട്. കാലം ഇവർക്ക് വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ നുണ പരത്തിയതിന് കാലം ഇവർക്ക് മാപ്പ് കൊടുക്കുകയില്ല. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക്, ഇവിടുത്തെ കോൺഗ്രസ്സുകൾക്ക്. ഇവിടെ പത്രങ്ങളെല്ലാം എഴുതിയതെന്താ? പുത്തരിക്കണ്ടത്ത് വന്നിട്ട് എന്താ പ്രഖ്യാപിക്കാത്തത്? പുത്തരിക്കണ്ടത്ത് എന്ത് നരേന്ദ്രമോദി ഒന്നും എന്തോ ഒക്കെ 45 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാർട്ടൂണൊക്കെ വരച്ച് ആക്ഷേപിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിൻ്റെ പദ്ധതി വിഹിതമായ തിരുവനന്തപുരത്തിൻ്റെ ആ മോഹന സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലിങ്ക് റോഡിന് വേണ്ടി നമ്മുടെ നാഷണൽ PWD മിനിസ്റ്റർ, നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയി, നമ്മുടെ നിതിൻ ഗഡ്കരി ആ പരിസ്ഥിതി മന്ത്രാലയത്തിൽ പറഞ്ഞ് എന്തെങ്കിലും ഗ്രീൻ പ്രോട്ടോക്കോളിന് അവിടെ വിലങ്ങുണ്ടെങ്കിൽ ആ ചുവപ്പ് നടന്ന് നിൽക്കുവാൻ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ MP അടൂർ പ്രകാശ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ ലിങ്ക് റോഡ് ആ 66 കിലോമീറ്ററിന് കേന്ദ്രത്തിൽ നിന്ന് യാതൊരു കുഴപ്പവുമില്ല, സംസ്ഥാന സർക്കാരിൻ്റെ പരിസ്ഥിതി റിപ്പോർട്ട് കേന്ദ്രത്തിൽ കിട്ടണമെന്ന് അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം നരേന്ദ്രമോദിയുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ലിസ്റ്റിലുള്ള ഒന്നാണ് നഗരമായി, പ്രധാന നഗരമായി മാറ്റുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് ഇവരെ കറക്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് മറ്റ് സംസ്ഥാനത്തിൽ അയക്കുന്നതും. ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് തിരുവനന്തപുരം നഗരസഭ വാർഡിലുള്ളതുകൊണ്ട് ലിങ്ക് റോഡിൻ്റെ പ്രോജക്റ്റും കൗൺസിലർ ചോദിച്ചു. അതിനുവേണ്ടി ദേശീയ സമിതി അംഗം കൃഷ്ണദാസും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും പ്രത്യേകിച്ച് അശ്വിനി വൈഷ്ണവിനെ കണ്ട് പ്രോജക്റ്റും കൊടുത്തു. PWD മിനിസ്റ്റർ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തു. ഇലക്ഷന് മുമ്പ് ഈ 600 കോടി കുടുംബമാണ് ചേട്ടാ, 11 പേര് മരിച്ചു, വിവാഹം മാറ്റിവെച്ചു. എനിക്കറിയാവുന്ന 12 വിഭാഗം മാറ്റിവെച്ചിരിക്കുന്നത് ലിങ്ക് റോഡിൽ പൈസ കിട്ടാത്തതുകൊണ്ട്. 3.5 വർഷമാണ് ഈ പ്രമാണമായി അക്വസിഷൻ ചെയ്ത് അലൈൻമെൻറ്റ് ചെയ്ത് LA നോട്ടിഫിക്കേഷൻ ഇട്ട് പ്രമാണം വാങ്ങിച്ചു വെച്ചിട്ട് ഇവർ ഈ 8 കോടി രൂപ ഇവിടെ ശബരിമലയ്ക്ക് വേണ്ടി പൊടിച്ചല്ലോ. ഈ അക്വസിഷൻ ചെയ്ത 3 വില്ലേജുകൾക്ക് കാശ് കൊടുത്താൽ മതി. പുളിമാത്തിൽ ഈ അടുത്ത കാലത്ത് 2 കുടുംബങ്ങൾ മരിച്ചു. കല്യാണം കഴിഞ്ഞത് ക്യാൻസലായിപ്പോയി. വാടകയ്ക്ക് കൊടുക്കുവാൻ നിവർത്തിയില്ലാത്ത ലിങ്ക് റോഡ് കുടുംബങ്ങൾ 600 കുടുംബങ്ങളെന്ന്
നരകത്തിൽ ജീവിക്കുന്നതിന് ഒരു പരിഹാരം കാണുവാൻ കൃഷ്ണദാസും ഈ പോയ മേയറും നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയും 2 മന്ത്രിമാരെയും കണ്ട് അപ്രൂവലെല്ലാം 2 ആഴ്ചയ്ക്കുള്ളിൽ മാറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.